വെൽക്കം ബാക്ക്. ഇന്നത്തെ പരിപാടി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. എൻ്റെ ഫ്രണ്ടിന്റെ ബ്രദറിന്റെ മാരേജ് ഉണ്ട്. സോ പെട്ടെന്ന് ഉള്ളൊരു ഡിസിഷനാണ്. ഈ വീഡിയോ എങ്ങനെ വരും എന്നറിയില്ല. ഫസ്റ്റ് ടൈം ആണ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു സ്യൂട്ടാണ് ഇന്ന് ഇടാൻ പോണേ. സോ ഇതിന് മുന്നേ മേക്കപ്പ് ചെയ്തതിന്റെ ശേഷം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് മാമത്തിന്റെ ബീട്രൂട്ട് മോയ്സ്ചറൈസർ ആണ്. ബീട്രൂട്ട് ഹൈഡ്രോഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള മോയ്സ്ചറൈസർ ആണ്. ഇത് ഈ ഒരു മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ആയി. പക്ഷെ ഞാൻ നിന്റെ വലിയ റിവ്യൂ പറയാനോ അങ്ങനെ എനിക്ക് ഇതിനെ പറ്റിയിട്ട് അറിയില്ല. പക്ഷെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ തന്നെ അറിഞ്ഞിട്ടില്ല ഇത് എനിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. കാരണം കുറച്ചു മുന്നേ ഞാൻ ഒരു ട്രിപ്പ് പോയിനി, ജസ്റ്റ് ഊട്ടിക്ക് പോയിനി. അപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് കുറച്ച് തണുത്തതാണല്ലോ. ഞാൻ ശ്രദ്ധിച്ച്, ഞാൻ നല്ലോണം ഡ്രൈ സ്കിന്നുള്ള ആളാ. അപ്പോൾ തണുപ്പുള്ള ഒരു ക്ലൈമറ്റിൽ എന്താണെങ്കിലും ഇങ്ങനെ പൊടി പൊടിയായിട്ട് ഇങ്ങനെ സ്കിൻ എപ്പോഴും ഇങ്ങനെ ഒരുമാതിരിയായി നിൽക്കും. പക്ഷെ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന്റെ ശേഷം എനിക്ക് നല്ല മാറ്റമുണ്ട്. ഇത് എല്ലാവർക്കും വർക്കാകുമെന്ന് അറിയില്ല. എൻ്റെ കാര്യം പറഞ്ഞേ, എനിക്കിതിനെ പറ്റിയിട്ട് വല്ലാതെ അറിയുന്ന ആളല്ല. പക്ഷെ എനിക്കിത് കുഴപ്പമില്ലാതെ തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരേ തരത്തിലുള്ള സ്കിന്നല്ല ഉള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യങ്ങൾ എനിക്കത് വർക്കായി. അപ്പോൾ ഞാനത് ജസ്റ്റ് ഷെയർ ചെയ്തതേ ഉള്ളൂ. സോ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ മോയ്സ്ചറൈസർ കഴിഞ്ഞിട്ട് ഈ ഒരു സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വിറ്റമിൻ സിൻ്റെ 50+ SPF 50+ൻ്റെ. ഇത് ഭയങ്കര ലോഷൻ ടൈപ്പാണിത്. നല്ലോണം വെള്ളം പോലെ നിൽക്കും. ഇതെങ്ങനെ അതിൻ്റെ റിവ്യൂ പറയാൻ മാത്രം എനിക്കൊന്നും തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഇനി അടുത്തത് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന സംഗതി എന്താന്ന് വെച്ചാൽ മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നു. കാരണം എനിക്കതിനെ പറ്റിയിട്ട് അല്ലാതെ ധാരണയില്ല. സോ ഈ ഒരു ലിപ് ബാം അടിപൊളിയാണ് കേട്ടോ. ഇത് ഞാൻ ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞു. സോ അടുത്തതിൻ്റെ ഉദ്ഘാടനം ആണ്. ഇത് ഭയങ്കര ലിപ്സിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റിയിട്ട് അടിപൊളിയായിട്ട്, ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചാൽ കണ്ണും പൊട്ടി യൂസ് ചെയ്തു എന്ന് പറയുന്ന സാധനം. നല്ല മാറ്റമുണ്ട്. ഈ ഒരു 3 കാര്യം മാത്രമേ ഞാൻ ഫസ്റ്റ് ചെയ്യാറുള്ളൂ. പിന്നെ ഉള്ളത് ഇത് ഞാൻ നല്ല യൂസ് ചെയ്തതാണ്. ഫേസസ് കാനഡൻ്റെ ഒരു സൺസ്ക്രീൻ മോയ്സ്ചറൈസർ പ്ലസ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത്. പക്ഷെ ബാക്കിയുള്ളതൊക്കെ കണക്കി കാരണം കുഴപ്പമില്ലാതെ നല്ലൊരു ഫൗണ്ടേഷനാണ്. അങ്ങനത്തെ എന്തെങ്കിലും ഒരു നല്ല പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാനത് യൂസ് ചെയ്യും. അല്ലാതെ അധികം യൂസ് ചെയ്യില്ല. ജസ്റ്റ് ഒന്ന് പിന്നെ ഞാനങ്ങനെ കോമ്പാക്ട് പൗഡറും കാര്യങ്ങളൊന്നും പിന്നെ അതിൻ്റെ മേലെ ഞാൻ യൂസ് ചെയ്യില്ല. എനിക്ക് ആ ഒരു ഓയിലി ആയിട്ടുള്ള മാറിക്കിട്ടാൻ കുറച്ച് സാധാ ഒരു പൗഡർ, എന്തെങ്കിലും ഒരു പൗഡർ ജസ്റ്റ് ഞാനൊന്ന് ഇങ്ങനെ ഇടും. അതോടുകൂടെ നമ്മൾ അതിൻ്റെ മേലെ തട്ടിക്കൂട്ടി പരിപാടികൾ കഴിഞ്ഞു. ഇനി ഞാൻ യൂസ് ചെയ്യണ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യണേ. ഇനാന്ന് പറഞ്ഞിട്ടുള്ള. എല്ലാവരും എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ലിപ്സ്റ്റിക്ക് ഇത് യൂസ് ചെയ്യാറ്. പക്ഷെ ഞാൻ എപ്പോഴേ ഇടാം. ഇതിപ്പം നല്ലോണം കൂടിയ പോലെ തോന്നുന്നുണ്ട്. കാരണം ഇത് ഭയങ്കര ലൈറ്റ് കളറാണ്. പക്ഷെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് തന്നെ എൻ്റെ ഐഷോഡായിട്ട് യൂസ് ചെയ്യും. അതിന് ശേഷം ഇവിടേക്ക് അങ്ങനെ അങ്ങനെയൊക്കെ പിന്നെ കുറച്ചുകൂടെ അങ്ങനെ വേറെ സംഗതികളൊന്നുമില്ല. പെട്ടെന്നുള്ള കുറച്ച് തട്ടിക്കൂട്ട് പരിപാടികൾ, അതാണ് നമ്മുടെ ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് മീൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി
ഉള്ള അടുത്ത പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ലിപ് ഷെയ്ഡ് ആകൂല ഞാൻ ഇടുക, അതിക്ക് ഞാനൊരു മിക്സ് വരുത്തും ചിലപ്പോൾ. പക്ഷെ ഇനിയുള്ള പ്രധാനപ്പെട്ട പരിപാടി പറഞ്ഞാൽ എനിക്ക് കുറച്ച് പുരികയേ ഉള്ളൂ. എൻ്റെ കണ്ടോ ഈ ഐബ്രോ ഭയങ്കര ചെറിയ കുഞ്ഞി ഐബ്രോ ആണ്, ചെറിയ ഐബ്രോ ആണ്. സോ ഞാനതൊന്ന് ഷേപ്പ് ചെയ്യും. ഇതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാണില്ലേ? ഭയങ്കര വ്യത്യാസമല്ലേ? കുറച്ച് ഐബ്രോ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാം. ഇത് ഞാൻ പിന്നെ ബ്രഷ് ചെയ്യുന്നില്ല. ആദ്യം ഇതിൻ്റെ മുന്നേ ഞാൻ അങ്ങനെ ബ്രഷ് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ജസ്റ്റ് വരക്കും. വല്ലാതെ കട്ടിക്കൊന്നും വരക്കരുത്, ബോറായി പോകും. എനിക്കധികം ഐബ്രോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കുറച്ച് ഇങ്ങനെ കൊടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ നല്ലോണം വരച്ച പോലെ തോന്നില്ല, പക്ഷെ നല്ല ഷേപ്പിൽ വെക്കും. പ്ലക്ക് ചെയ്തിട്ടുണ്ടോ നോക്കി ചോദിക്കും ആൾക്കാർ, ത്രെഡ് ചെയ്തിട്ടുണ്ടോ നോക്കി ചോദിക്കും. ചെയ്തിട്ടില്ല, നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കണം. സോ അപ്പോൾ ഇനി അടുത്ത പരിപാടി ലാക്മിൻ്റെ ഈ ഒരു ഐലൈനറാണ് യൂസ് ചെയ്യണേ. എനിക്കത് ഫോണിൽ നോക്കിയാൽ ശരിയല്ല, ഞാൻ ഇപ്പം വരാം ഒരു മിനിറ്റ്. സോ ഇത്രയുള്ളൂ, മേക്കപ്പ് ഇത്രയുള്ളൂ. ഞാൻ ഈ മസ്കാര കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഐലൈനർ മാത്രം. സോ ഇനി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. നല്ലോണം നേരം വീട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലിപ്സിൻ്റെ കളറ് ഇൻസൈറ്റിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡുണ്ട്, അതൊന്ന് ജസ്റ്റ് ഇട്ട് നോക്കാം. ഇട്ടാൽ കൊളാകൂല്ലെന്നൊന്നും അറിയില്ല, എന്നാലൊന്ന് ജസ്റ്റ് നോക്കാം അല്ലേ. കുഴപ്പമില്ല. ഇത് ഇങ്ങനത്തെ നല്ലോണം കുത്തൻ കളറ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എൻ്റെ പ്രശ്നം എന്താ പറയുക, ഞാൻ ഈ കല്യാണത്തിന് പോയി അവിടെ എത്തിയാൽ ചിലപ്പം ഇങ്ങനെ ആരെയിലൊക്കെ ഇങ്ങനെ നോക്കണ്ട, മീൻസ് നമ്മൾ കുറച്ച് പ്രായമായ ആൾക്കാരാണ്, ആരെയും അമ്മായികളൊക്കെ നോക്കണ്ടല്ലേ, ഞാൻ നല്ല ഇങ്ങനെ ആക്കും, ഇങ്ങനെയൊക്കെ ആക്കും, തുടച്ച് കളയും. അതെന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എന്താ ചെയ്യുക, കുഴപ്പമില്ല തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പം ഇനി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. വളയായിട്ട് ഞാനിടുന്നത് ഈ ഒരു ഇതാണ്. ഇത് പക്ഷെ ഒരു ഗോൾഡ് കളർ, ഒരു ഗോൾഡൻ കളറിലാണ് വരുന്നത്. ചിലപ്പം ഞാനിത് ചേഞ്ച് ചെയ്യുമായിരിക്കും, ഉറപ്പില്ല. സോ ഈ ഒരു സിമ്പിളായിട്ട് ഈ ഒരു മാലയാണ്. ആൻഡ് പിന്നെ ലാസ്റ്റത്തെ ഒരു പരിപാടി, ഒരു നല്ലൊരു സ്മെല്ലിനായിട്ട് ഞാൻ ഈ ഒരു മറിയം എന്നുള്ള ബോഡി ലോഷൻ യൂസ് ചെയ്യുക. ഇത് എല്ലാവരുടെ അടുത്തും ഉണ്ടാകും ഈ മറിയം, പക്ഷെ എനിക്ക് ഇതിൻ്റെ ഫാത്തിമ എന്ന് പറഞ്ഞിട്ടുള്ള നല്ല രസമുള്ളൊരു ചോക്ലേറ്റിൻ്റെ സ്മെല്ലുള്ള ഒരു ലോഷൻ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അത് കഴിഞ്ഞു, പിന്നെ അത് കിട്ടിയിട്ടില്ല. പക്ഷെ ഇതും കുഴപ്പമില്ല, അടിപൊളിയാണ്. സോ ആൻഡ് സിമ്പിളായിട്ടുള്ള ഈ ഒരു ഒറ്റ മോതിരം. അപ്പോൾ മറ്റേ കെത്തിരി അങ്ങനത്തെ എന്തെങ്കിലും ബീജം വേണമെന്നുണ്ട്, പക്ഷെ കോപ്പിറൈറ്റ് വരും. സോ ഇത്രയൊക്കെയുള്ളൂ. ഇതാണ് എൻ്റെ ഇന്നത്തെ ലുക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ട് മീ ഗൈസ്.